ഒരു മരണം സംഭവിച്ചാൽ മൃതദേഹം വരമ്പിലൂടെ എടുത്തുകൊണ്ടുപോകേണ്ട ഗതികേടിൽ വർഷങ്ങളായി ജീവിക്കുന്ന ഒരു പറ്റം മനുഷ്യരുണ്ട് പാലക്കാട്. വടവന്നൂർ, വാക്കോട് 15ഓളം കുടുംബങ്ങൾക്കാണ് ഈ ദുരവസ്ഥ. വാക്കോട്ടെ ഇവരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമാണ് ഉള്ളത്. പാലക്കാട് വടവന്നൂരിലെ വാക്കാട് SC കോളനിയിലേക്കാണ് യാത്ര. അവരുടെ ദുരിതയാത്ര ഇന്ന് പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയിലൂടെ പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. അവർ കുറേ വർഷങ്ങൾ 100 വർഷം കൂടുതലാവും ഇവിടെ ആൾക്കാർ താമസം തുടങ്ങിയിട്ട്. പക്ഷെ അപ്പോഴും ഈ വഴിൻ്റെ വിഷമം തന്നെയാണ്. അസുഖങ്ങൾ വന്നാലും പ്രസവ വേദന വന്നാലും എന്താണെങ്കിലും ഒരു വയസ്സായവർക്ക് നടന്നു പോകാനാണെങ്കിലും ഭയങ്കര പ്രയാസമാണ്. പരമാവധി ഞങ്ങൾ ശ്രമിച്ചു, പഞ്ചായത്തായിട്ടും ബ്ലോക്കായിട്ടും എല്ലാവർക്കും പരാതി കൊടുത്തു. അതിൻ്റെ ഒരു തിരിച്ച് ഞങ്ങൾക്കൊരു ഉത്തരവും കിട്ടണമില്ല, അതിൻ്റെ ഒരു വിവരവും അറിഞ്ഞിട്ടുമില്ല. അപ്പം ഞങ്ങളുടെ കാലങ്ങൾ കഴിഞ്ഞാൽ ഇനിയുള്ള കുഞ്ഞുമക്കൾ ജീവിക്കണമല്ലോ. വഴി മെയിനായിട്ട് മക്കളിതുകളൊക്കെ ചളി വീണ് പെരണ്ട യൂണിഫോത്തോടെ വന്ന് പിന്നെ കഴിയിട്ടാ പോകണം. എവിടെയെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഒരു ദുരിതം? അത് ഞങ്ങൾക്ക് ഒരു ഓട്ടോ വരേണ്ട ഒരു സ്ഥലം സർക്കാർ അനുഭവിച്ചു തന്ന വലിയൊരു ഉപകാരം നമുക്കതേ ഉള്ളൂ. ഒരു ഓട്ടോയെങ്കിലും പോകാനുള്ള റോഡെന്ന വാക്കോട് കോളനിക്കാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ചുറ്റും പാടശേഖരമാണ്. നടുവിൽ ഒരു ദ്വീപ് കണക്കെ 15ഓളം കുടുംബങ്ങളുടെ താമസം. എത്ര കാലമായി ഇവിടെ താമസം? 4 വർഷം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ 4 വർഷം അതിന് മുന്നേ ഇവിടെ റോഡില്ല വർഷങ്ങളായിട്ട്. പിന്നെ ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നാണ്. പാലക്കാട് ടെക്സ്റ്റൈൽ ഷോപ്പിൽ വർക്ക് ചെയ്താണ്. രാവിലെ 8:30 ഇറങ്ങും, വൈകുന്നേരം തിരിച്ചെത്തുമ്പോൾ അതുവരെ രാത്രി 8:30 ആവും ഇവിടെ എത്തുമ്പോൾ. വഴിൻ്റെ ഒരു ബുദ്ധിമുട്ടും പോയി വരെയുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ വർക്ക് നിർത്തി. പിന്നെ കൊറോണയൊക്കെ ആയി, പിന്നെ വർക്കിന് പോയിട്ടില്ല. പിന്നെ ഡെലിവറി ഒക്കെ ആയിട്ട് ഡെലിവറി ടൈമിൽ ഒരുപാട് ബുദ്ധിമുട്ടി. ഹോസ്പിറ്റലിൽ പോകാനും എന്നെ പാമ്പ് വരെ കടിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോകാൻ ഇടയ്ക്ക് എനിക്ക് പേടിയായിരുന്നു ഈ വഴിയിലൂടെ, പന്നികളുടെ ശല്യം, പാമ്പ് കാരണം. രാവിലെയും വൈകിട്ടും ജോലിക്ക് പോയി തിരികെ വരണമെങ്കിൽ വലിയ കഷ്ടപ്പാടാണ്. മഴക്കാലമായാൽ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളുടെ അവസ്ഥ പിന്നെ പറയണ്ട. ഞങ്ങൾ ചളിയിലൊക്കെ വീഴും, പിന്നെ വഴുക്കും, പിന്നെ കുറേ ചളിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് കഴുകിയിട്ടാണ് പോവുക സ്കൂളിലേക്ക്. പിന്നെ ഒരു ദിവസം എൻ്റെ അച്ഛന് വയ്യാണ്ടായിട്ട് എൻ്റെ അച്ഛനെ കൊണ്ടുപോകുക ആരുമില്ലാണ്ട് ഞങ്ങളെങ്ങനെയൊക്കെ കൊണ്ടുപോയത്. നേരെയാണെങ്കിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലൂടെ 200 മീറ്റർ സ്ഥലം ആവശ്യമുണ്ട്. മറ്റൊരു ഫോർമുല ഇങ്ങനെ: തൊട്ടപ്പുറത്തെ വശത്തുകൂടി 2 വ്യക്തികളുടെ ഭൂമിയിലൂടെ റോഡ്. പക്ഷേ രണ്ടിലേതെങ്കിലും ഒന്ന് യാഥാർത്ഥ്യമാകണമെങ്കിൽ സ്ഥലമുടമകൾ തന്നെ കനിയണം. നെന്മാറ MLA K. ബാബു ഇടപെട്ടിട്ടും ഒരു വഴിയെന്ന വാക്കോടുകാരുടെ ആവശ്യത്തിന് ഇതുവരെ തീർപ്പുണ്ടായിട്ടില്ല. ഇവിടെ ഒരു 10-15 കുടുംബോളം ഉണ്ട്. അതിൽ 120-120ഓളം ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു ദുരിതമാണ് ഞങ്ങളുടെ. ഇപ്പോൾ ഈ സ്ഥലം വാങ്ങിക്കാൻ അവർ പറയണത്, സ്ഥല ഉടമ പറയണത് പണം തരികയാണെങ്കിൽ തരാമെന്നാണ്. പക്ഷെ അതിനുള്ള സാമ്പത്തികം ഞങ്ങൾക്കില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു വഴി അവർ തന്നെ ഞങ്ങൾക്ക് തരണം എന്നാണ് ഞങ്ങളുടെ ഒരു അപേക്ഷ. പണമുള്ള പലരും മറ്റു പല പ്രദേശങ്ങളിലേക്കും സ്ഥലം വാങ്ങി വീട് വെച്ച് മാറിക്കഴിഞ്ഞു. അന്നന്നത്തെ നിത്യവൃത്തിക്കായി കൂലിപ്പണിയെടുക്കുന്ന ഒരു പറ്റം മനുഷ്യർക്ക് ഈ മണ്ണല്ലാതെ പുറത്തേക്കൊരു സ്വപ്നമില്ല. മറ്റൊന്നും വാക്കാട്ടെ ഈ മനുഷ്യർ ആവശ്യപ്പെടുന്നില്ല. ഒരു ഓട്ടോ പോകാനുള്ള ചെറിയൊരു വഴി മാത്രം. അധികാരികളുടെ ഇടപെടലാണ് പ്രതീക്ഷ. രാജീവ് സുദേവിനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്. പൊതുജനം കഴുതയല്ല സാർ. വർഷങ്ങളായി ഒരു വഴിയില്ലാതെ ദുരിതത്തിൽ കഴിയുന്നവരാണ് ഇവിടെയുള്ളത്. പ്രതികരണങ്ങളിലേക്ക്. നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടികൾ നിറയുണ്ട്. പക്ഷേ വഴിയില്ലാത്ത കാരണം അവർക്ക് നല്ല ഭാവി പോലും കിട്ടാൻ വഴിയില്ലല്ലോ പറഞ്ഞ് അവർ വന്നവർ പോവുകയാണ്. പിന്നെ ഒരു ഗർഭിണികൾക്ക് എടുത്തിട്ടാണ് സാർ രാത്രിയൊക്കെ പ്രസവവേദനയായ എടുത്തിട്ടൊക്കെയാണ് ഈ ചാലും കഴായും കൊണ്ടും പിന്നെ ഒക്കെ ആയിട്ടാണ് കൊണ്ടുപോണത്. എന്താ പറയുക, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മരിക്കണില്ല എന്നുള്ളൂ, ചത്ത് ജീവിക്കുകയാണ് ഇവിടെ. ഏത് ഗവൺമെൻറ്റും കണ്ണു തുറക്കുന്നില്ല. ഞാൻ ജനിച്ച പോലെ ഇത് കാണാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ നമ്മളൊരു വയ്യാവണ്ണ ആശുപത്രി കൊണ്ടുപോകുമ്പോഴേക്കും അവിടെ നമ്മൾക്ക് ആൾ പോയിട്ടുണ്ട്. പോയിട്ടുണ്ട്. നമ്മളിവിടെ വയ്യാവണ്ണ തോളിൽ തന്നെ ഏറ്റിക്കൊണ്ടു പോകണം. അത്
സംഭവം. വേറെ വഴിയില്ല. ചിലപ്പോൾ കണ്ടങ്ങൾ പഞ്ചിട്ട് പറഞ്ഞാൽ നടച്ചാണ്ടൊക്കെ വീണിട്ടേക്ക് ഞങ്ങൾ തന്നെ പോണത്. സ്ഥലത്തിൻ്റെ ഓണർ തരില്ലെന്നാണ് ഭയങ്കര ഇതായിരുന്നു നടക്കുക പാടത്തിൻ്റെ. പിന്നെ അപ്പുറത്തൊരു വഴി കൂടെ പാസ് ചെയ്തതാണ്. അവരിപ്പോൾ എല്ലാ അളന്നിട്ടൊക്കെ കാര്യം പോയി. പിന്നെ അതിൽ ഒരു ഫോട്ടോ ഇല്ല, ഒന്നുമില്ല. എന്താ കാരണം എന്നുള്ളത് നമുക്ക് അറിയില്ല.